പുറത്തൊക്കെ നല്ല മഴയാണല്ലേ. അപ്പോൾ ഈ മഴയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതിന് അത്യാവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താ, ഈ ചക്കയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് വരിക്കച്ചക്കയാണ്. ചുളക്കെല്ലാം നല്ല കട്ടിയുണ്ട്. അതിന് ഞാൻ 2ആയിട്ട് ഭാഗിച്ച് ഇട്ടേക്കുവാണ്. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, വലിയ പ്രത്യേകതകളൊന്നുമില്ല. പഴത്തിന് പകരം ചക്ക വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈദയാണ്. പിന്നെ അരിപ്പൊടി. അപ്പോൾ മൈദ 2 കപ്പാണ് എടുക്കുന്നതെങ്കിൽ അരിപ്പൊടി 1 കപ്പ്, 2:1 റേഞ്ചിൽ വേണം നമ്മളിത് ചേർക്കാനുള്ളത്. അരിപ്പൊടി നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ എന്ത് തന്നെയാണ്, നമ്മുടെ ഈ ചക്ക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ വരിക്ക ചക്കയാണ് എടുത്തേക്കുന്നത്. ഒരു ചക്കയെ പകുതി മുറിച്ചിട്ടേക്കുവാണ്. പഴത്തിന് പകരം നമ്മളെന്താ ചക്ക വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ചക്കപ്പൊരിയിലെന്നോ ചക്കയപ്പോന്നോ എന്ത് വേണോ വിളിക്കാം കേട്ടോ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ്. പിന്നെ ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇടാം. പക്ഷെ ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇച്ചുവിന് തീരെ താല്പര്യമില്ല, കൊടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം, ഒന്ന് കളർ കിട്ടാം. ഞാനിപ്പോൾ ഇത് 2 യൂസ് ചെയ്യുന്നില്ല. അരിപ്പൊടി എടുത്ത് ഞാൻ കുറച്ച് മൈദയിലോട്ട് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ എല്ലാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെള്ളമാണല്ലോ. വെള്ളം എടുത്ത് വയ്ക്കാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോഴാണ് ഞാൻ വെള്ളം എടുത്തത്. പിന്നെ വെള്ളമെല്ലാം ഒഴിച്ച് നമ്മുടെ പഴംപൊരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആ കൺസിസ്റ്റൻസിയിൽ വേണം. കൂടുതൽ വെള്ളം ആവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസി. അങ്ങനെ ഞാൻ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, നല്ല തിളയ്ക്കുവാണ് എണ്ണ. ഇനി ഞാൻ ഓരോന്നായിട്ട് മാവിന് മുക്കി ഓരോ ചക്ക പീസുകളും ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് 2 പേർക്കും അധികമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കണം. ഒന്ന് ജസ്റ്റ് കടിക്കണമെന്നേ ഉള്ളൂ. മാത്രമല്ല എണ്ണ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് കേട്ടോ. ഇനിയിപ്പോൾ എടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എന്തായാലും ഇനി ബാക്കിയുള്ള വിശേഷമെല്ലാം നമുക്ക് നേരിട്ട് കാണാം. മിച്ചൂസ് കൊള്ളാവോ കൊള്ളില്ലേ എന്നൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. റിയ സജസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് പോലെ ഇതെനിക്ക് ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത്. എനിക്കിങ്ങനെ ഒരു ഒരു കടിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിച്ചൊക്കെ നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിയുടെ സെയിം ടേസ്റ്റ്. മാവ് പിന്നെ അതാണല്ലോ, മാവ് സെയിം ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ചക്കയുടെ ടേസ്റ്റ് വരുന്നു. അത്ര പഴത്തിന് പകരം ചക്കയുടെ ടേസ്റ്റ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു നോർമൽ കടിയാണെന്ന് പറയാനേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.